ഫിജിയെ ഈ മരങ്ങൾ കണ്ടോ നീ? ഈ മരങ്ങളെ പറ്റിയിട്ട് നിനക്ക് വല്ലതും അറിയോ? ഈ മരം ചിക്കുവെന്ന് എനിക്കറിയാം. ആ മരം പപ്പായാന്ന് എനിക്കറിയാം. ഞാവലാന്ന് അറിയാം. ഇത് പപ്പക്കായ അതറിയാം. നീ ഞാവലൊക്കെ കണ്ടിട്ടുള്ളത്? നിനക്ക് ഞാവലറിയോ? ഒരു മറ്റേ സാധനയുടെ മറ്റേ മുന്തിരി കളർ പോലത്തെ സാധനം വലിയ കുരു. എനിക്കറിയാം, ഞാവലൊക്കെ എനിക്കറിയാം. അല്ല പക്ഷെ അപ്പൊ ഈ ഞാവലൊന്നും നമ്മുടെ ഇപ്പത്തെ പിള്ളേർക്ക് അറിയില്ല കേട്ടാ. ഈ ചിക്കൊക്കെ അറിയാം, പപ്പായൊക്കെ അറിയായിരിക്കും. ഇതിപ്പോ ഒരു കുറച്ചുകൂടി കഴിഞ്ഞാൽ പിള്ളേരാരും കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല. യൂറോപ്യൻ കൺട്രികളിലേക്ക് പോയിട്ടേ. അതെ അതെ അതെ. അപ്പൊ ഈ മരങ്ങളൊന്നും അവർക്ക് പ്രത്യേകിച്ച് നിനക്ക് ആ മരം അറിയോ? അത് എനിക്കറിയാം. ഞാനിപ്പത്തെ ജനറേഷനല്ല, ഇപ്പത്തെ ജനറേഷന് ആത്തക്കായ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സീതപ്പഴം. സീതപ്പഴം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം. നമ്മള് പണ്ട് പിന്നെ ആത്തക്കായെന്നും പറഞ്ഞിട്ട് കുരു കുത്തി കളഞ്ഞ സാധനമാണിത്. ഇവരിപ്പോ ഇംഗ്ലീഷിൽ പേരിട്ടു ഭയങ്കര എന്താ സ്മൂത്തി ഉണ്ടാക്കില്, തേങ്ങ മാങ്ങ ഹെൽത്തിന് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ പരിപാടികള്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മരങ്ങളൊന്നും നമ്മുടെ പിള്ളേർക്ക് വലിയ പിടിയൊന്നും ഉണ്ടാവില്ല. അവർക്ക് മാങ്ങ കല്ലെറിയാനാ വല്ലതും അറിയോ? ഒന്നും അറിയില്ല. നമ്മള് മരത്തിന്റെ മുകളിൽ കയറി മാങ്ങ നമ്മളെന്ന് പറയരുത്. നീ ഞാൻ കേറിയിട്ടില്ല. ഞാൻ കുറച്ചൊക്കെ മരത്തിന്റെ മുകളിൽ കയറിയിട്ടൊക്കെ ഉണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു മരം കയറി ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മരത്തിന്റെ മുകളിൽ കയറിയിട്ടില്ല. മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മരങ്ങള് ഉണ്ടല്ലോ, ഈ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പപ്പക്കായൊക്കെ ഇപ്പൊ അപൂർവമാണ്. ബേക്കറികളിലൊക്കെ ഉണ്ട്. അത് കാരണം പിന്നെ പിള്ളേർക്ക് ബേക്കറിന്ന് കഴിക്കുന്ന ഫ്രൂട്ട്സിനേക്കാൾ എത്രയോ നല്ലതാണ് വീട്ടുകളിൽ ഉണ്ടാക്കുന്നത്. ഇപ്പത്തെ കാലത്തെ പിള്ളേർക്ക് വല്ലതും അറിയോ? അവർക്കൊക്കെ ബേക്കറിയിൽ നിന്ന് വന്ന് കൊണ്ടിട്ട് കഴിക്കണു, അത് മാത്രമേ ഉള്ളൂ. ആരും കഷ്ടപ്പെടാൻ തയ്യാറല്ല. പക്ഷെ പിള്ളേര് ആ ഒരു പണ്ടത്തെ ഇതിലേക്കൊന്ന് മാറണം. ഇങ്ങനെ ഫ്രൂട്ട്സുകൾ ഒറിജിനൽ ഉണ്ടാക്കി അവര് തന്നെ കുഴിച്ചിട്ട് അവര് തന്നെ അവര് തന്നെ വളർത്തി അവര് തന്നെ അത് പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വൈബാണ്. ആ വൈബ് കിട്ടിയിട്ടില്ല ഇപ്പത്തെ പിള്ളേർക്ക്. പണ്ടത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ ആ വൈബ് ഉണ്ട്. പക്ഷെ ഇപ്പത്തെ പിള്ളേർക്കൊന്നും ആ വൈബ് ഇല്ല. അപ്പോൾ ഫ്രൂട്ട്സ് പോലെയുള്ള ചെടികളൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് പിള്ളേർക്കൊക്കെ അത് കാണിച്ചു കൊടുക്കുക. താങ്ക് യു. ബൈ.